നമസ്കാരം. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും അഗ്രസീവായ ബാറ്റർമാരിൽ ഒരാളാണ് ഇന്ത്യയുടെ മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ. അമിതമായി ആവേശം കാണിച്ച് വിക്കറ്റ് വലിച്ചെറിയുന്നത് അദ്ദേഹം എപ്പോഴും നേരിട്ട് കണ്ടിരിക്കുന്ന ഒരു വിമർശനമാണ്. ക്രീസിലെത്തിയാൽ പലപ്പോഴും സാഹചര്യം പോലും നോക്കാതെ ആദ്യ പന്തിൽ തന്നെ കയറി സഞ്ജു സിക്സറിന് ശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇത് കാരണം പലപ്പോഴും വിക്കറ്റും അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. സഞ്ജുവിന് ബാറ്റിംഗിൽ സ്ഥിരത പുലർത്താൻ സാധിക്കാതെ പോകുന്നതിന്റെ പ്രധാന കാരണവും ഈ ഒരു അഗ്രസീവ് സമീപനമാണ്. ക്രീസിൽ നിലയുറപ്പിച്ച് വലിയ ഇന്നിംഗ്സുകൾ പടുത്തുയർത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ വലിയ സ്കോറുകളും സഞ്ജുവിന് തന്റെ പേരിൽ കുറിക്കാൻ സാധിച്ചേനെ. പക്ഷെ അദ്ദേഹം ഒരിക്കലും തന്റെ ബാറ്റിംഗ് ശൈലിയിൽ മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഗ്രസീവ് ബാറ്റിംഗ് പുറത്തെടുക്കുന്നതെന്ന് ഒരിക്കൽ സഞ്ജു തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ക്രിക്കറ്റിൽ നമുക്ക് തിരിച്ചടികൾ ഒരുപാടുണ്ടാകും. പക്ഷേ T20 പോലെ ഒരു ഫോർമാറ്റിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ നല്ല ധൈര്യം കൂടി ആവശ്യമാണ്. അഗ്രസീവ് സമീപനം പിന്തുടരുമ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ എന്തും നേരിടാനുള്ള ധൈര്യം ആവശ്യമാണ്. ഇന്ത്യൻ ജേഴ്സിയിൽ ഇവിടെ നടക്കുന്ന മത്സരത്തിൽ ബാറ്റിംഗിൽ ഫ്ലോപ്പ് ആയാൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. പക്ഷേ അതൊന്നും കാര്യമായി എടുക്കാതെ നന്നായി കളിക്കാൻ സാധിക്കുമെന്ന് സ്വയം മനസ്സിൽ പറഞ്ഞു വേണം ഓരോ പന്തും നേരിടാനെന്നും സഞ്ജു പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ആരുമില്ല എങ്കിൽ പോലും സ്വയം പിന്തുണയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു മേഖലയിൽ തന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. താൻ എന്താണെന്ന് സ്വയം മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കുന്നെന്ന് സഞ്ജു പറഞ്ഞിട്ടുണ്ട്. ഡൽഹിക്കാരുടെ മാനസികാവസ്ഥയോടെയാണ് താൻ കളിക്കാറുള്ളത്. കളിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ആസ്വദിച്ച് കളിക്കാം, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. ഇവിടെയുള്ളത് ഒരുപാട് റൺസ് നേടാനൊന്നുമല്ല, മറിച്ച് ടീമിന് വളരെയധികം സഹായമാകുന്ന വളരെ കുറച്ച് റൺസ് നേടുക എന്നതാണ് ലക്ഷ്യമെന്നും സഞ്ജു പറയുന്നുണ്ട്. T20യിൽ നേരിടുന്ന പന്തുകളുടെ എണ്ണം കൂടുന്നത് തങ്ങളുടെ തോൽവിക്കും കാരണമാകുന്നു എന്നാണ് സഞ്ജു പറയുന്നത്. വളരെ കുറച്ച് പന്തുകളിൽ ഒരുപാട് റൺസ് നേടാനായാൽ അത് ടീമിന് ഏറെ ഗുണം ചെയ്യും. മറിച്ചാണെങ്കിൽ വളരെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ, ഒരു റണ്ണും എടുക്കാതെ പോയി കഴിഞ്ഞാൽ അത് വല്ലാതെയാണ് ടീമിനെ ബാധിക്കുകയെന്നും സഞ്ജു പറയുന്നുണ്ട്. 7 വർഷത്തിലേറെയായി താൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിനകത്തും പുറത്തുമായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ A ടീമിനായും നേരത്തെ കളിച്ചിരുന്നു. IPL ഇപ്പോഴും കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആവനാഴിയിൽ ഇപ്പോൾ ഒരുപാട് ആയുധങ്ങളുണ്ട്. വിജയങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ വലുതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു. അതേസമയം നിലവിൽ ദിലീപ് ട്രോഫിയിൽ ശ്രേയസ് അയ്യർ നയിക്കുന്ന ഇന്ത്യ D ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ. ഇന്ത്യ സിയുമായുള്ള ആദ്യ മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നില്ല. പകരം KS ഭരതാണ് കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് കാത്തത്. എന്തായാലും സഞ്ജുവിന്റെ ഈ ഒരു സമീപനത്തിന്റെ പേരിൽ ഒരുപാട് പഴികളാണ് കേട്ടിട്ടുള്ളത്. തനിക്ക് കിട്ടേണ്ട അവസരങ്ങൾ പാഴാകുന്നത് ഇതുകൊണ്ടാണെന്നാണ് സഞ്ജു തന്നെ സമ്മതിക്കുന്നത്. പക്ഷെ സഞ്ജു ആരാധകർ ഇതിൽ അത്ര തൃപ്തരല്ല. കുറച്ചുകൂടി ശ്രദ്ധയോടെ ബാറ്റ് ചെയ്യണം, അതുകൊണ്ട് എന്നാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നാണ് അവർ പറയുന്നത്.